ക്ലിനിക്കിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം പറയുകയാണ്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി. കഴിഞ്ഞ 36 വർഷക്കാലമായിട്ട് മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖത്തെക്കുറിച്ചാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അസുഖം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ, അല്ല മെഡിക്കൽ ജ്ഞാനമുള്ളവർ ചോദിക്കും, ഇത് എന്താണ്? ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇതിനകത്ത് പനി, ജലദോഷം, പേശിവേദന, തലവേദന, മുട്ടുവേദന, കൈവേദന, ദേഹം മുഴുവനുള്ള വേദന വരും. മിക്കവാറും ആൾക്കാർക്ക് ഇത് അങ്ങ് 2-3 ദിവസം കൊണ്ടൊക്കെ അങ്ങ് സബ്സൈഡ് ചെയ്ത് മാറും. നമ്മൾ മരുന്ന് കൊടുത്താലും മരുന്ന് കൊടുത്തില്ലെങ്കിലും, മരുന്ന് കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ മരുന്ന് കൊടുക്കണം. കാരണം അവർക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട്, അവർക്കിത് സഹിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ സഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ മരുന്നുകളൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്ത്, ഈ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണ്. അത് പകരാനുള്ളതാണ്. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ഒരാൾ ഉപയോഗിക്കുന്ന ഫൊമൈറ്റ്സ്, അതായത് ക്രാവൽസ്, അതൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക പനിയുള്ള സമയത്ത്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ ഈ അസുഖം, ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഈ അസുഖം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ആൾക്കാർ തന്നെ അവരുടെ പ്രയാസങ്ങളെ മാറും. ഗുളികൾ, ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മാറും. എന്നാൽ ചില സമയത്ത് ഈ സീരിയസ് ആയിട്ട് ഈ അസുഖങ്ങളെ എടുത്തില്ലെങ്കിൽ, ഇതല്ല ഏത് അസുഖമാണെങ്കിലും, ഇൻഫ്ലുവൻസ വൈറസിൻ്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ തത്തുല്യമായ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ തത്തുല്യമായ ബാക്ടീരിയകൾ ഉണ്ടാകുന്ന ഈ അസുഖങ്ങൾ, അത് വേണ്ടത്ര വിശ്രമവും വേണ്ടത്ര മരുന്നും കഴിച്ചില്ലെങ്കിൽ ചിലപ്പം അത് ന്യൂമോണിയ ആയിട്ട് മാറും. പിന്നെ നമ്മുടെ കണക്കുകൂട്ടലിലെ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. നമ്മുടെ കണക്കൂട്ടലിലെ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. ഇത് പെട്ടെന്ന് പേഷ്യൻ്റ് ടെമ്പറേച്ചർ വർദ്ധിക്കും, മാംസപേശി വേദന, മുട്ടുവേദന, തലവേദന, പുറം വേദനയൊക്കെ വളരെ വർദ്ധിക്കും, തലവേദനയൊക്കെ വളരെ വർദ്ധിച്ച് വല്ലാത്ത ചുമയൊക്കെ വരും. ചുമയിൽ ചിലപ്പോൾ രക്തത്തിൻ്റെ അംശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വളരെ സീരിയസ് ആയ ആര്യമായി എടുത്തിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള രോഗികൾ, ഇൻഫ്ലുവൻസ പിടിച്ച രോഗികളുടെ എക്സ്റേ, അവരുടെ ചുമ ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ നിന്നില്ലെങ്കിൽ അവരുടെ എക്സ്റേ എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ എക്സ്റേ എടുത്ത് നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും, ഇത് ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേയിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്പ്യൂട്ടം കൂടെ എക്സാമിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ടോട്ടൽ കൗണ്ടും അതുപോലെ TC ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഇൻഫെക്ഷനിൽ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. പേടി വേണ്ട, ജാഗ്രത പാലിക്കണം. അപ്പോൾ ഒരു ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ തിരുപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പിന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഇവിടെ കിടത്തിയെടുക്കണം. എവിടെയെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഞാൻ വന്നെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം കൂടത്തേയുള്ളൂ, കുറയത്തില്ല. നിങ്ങൾ വേണ്ടത്ര പൈസ മുടക്കി മുന്നോട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾ കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുക തന്നെ വേണം. നിങ്ങൾ കിടക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ അസുഖം ഗണ്യമായി വർദ്ധിച്ച് അത് ചുമയായിട്ട് മാറി, അത് ന്യൂമോണിയ ആയിട്ട് മാറി, അത് പിന്നീട് വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയുന്ന ഈ വൈറസ് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളെ മരുന്നുകൾ, ഡോക്ടറെ കണ്ട് മരുന്നുകളൊക്കെ കഴിക്കുക. എന്നാൽ അത് സബ്സൈഡ് ചെയ്യാനായിട്ട് പ്രയാസപ്പെടുന്നതായിട്ടുള്ള സമയത്ത് എക്സ്റേ എടുക്കുകയും പിന്നീട് കൗണ്ട് ഒന്നുകൂടെ നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളെ ESR കൂടി, അതുപോലെ TC കൂടി, അങ്ങനെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണും. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കാതെ, ഈ ചെറിയ പനിയാണെങ്കിലും ചെറിയ ജലദോഷമാണെങ്കിലും, അത് ഇൻഫ്ലുവൻസ, ന്യൂമോണിയ വന്ന് റെസ്പിറേറ്ററി അറസ്റ്റ് വന്ന് ശ്വാസമൊക്കെ പനി ബാധിച്ചു പിള്ളേർ മരിച്ചു, അല്ലെങ്കിൽ വലിയവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലേക്കാണ്. പലപ്പോഴും ഇൻഫ്ലുവൻസയാണ് അതിൻ്റെ പിന്നീട് യഥാർത്ഥ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് H1N1 അതുപോലെ കോവിഡ് മുതലായ അസുഖങ്ങൾ കാണും. അത് ഡോക്ടർമാർക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് നിങ്ങളുടെ പനി ഒരു ചെറുതാണെങ്കിലും അത് ഡോക്ടറുടെ സഹായം തേടേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ ഞാൻ വിളിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.